ഹലോ, നമസ്കാരമുണ്ട്. എനിക്കൊന്നുകൂടി പറയാനുണ്ട്. അത് മറന്നുപോയത് കൊണ്ടാണ്. എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഈ സമൂഹത്തിൽ ഒരുപാട് അക്രമങ്ങളും അധർമ്മങ്ങളും കൊലപാതകങ്ങളും റേപ്പുകളും ആൾക്കാരിൻ്റെ പട്ടിണി മാറ്റാൻ വഴിയില്ലാതെ ജോലിക്ക് കിടന്ന് ബുദ്ധിമുട്ടുന്നവരും അവരിനെ കൊള്ളയടിക്കുന്ന കുറേ കള്ളന്മാരും എല്ലാം ഈ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഈ മൃഗങ്ങളിൻ്റെ പേര് മാറ്റാനും ഈ ജാതികളെ മാറ്റിത്തിരിച്ച് അതിന് ശ്രമിക്കുന്ന ഈ അധികാരികളെ നിങ്ങളോട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ആദ്യം നിങ്ങൾ ഈ ലോകത്തിലുള്ളവരിൻ്റെ ഇല്ലെങ്കിൽ നമ്മളുടെ ഇന്ത്യൻ്റെ പട്ടിണി മാറ്റാനും അവരിൻ്റെ ദാരിദ്ര്യം മാറ്റാനും സാധനങ്ങളിൻ്റെ വില കുറച്ച് അവർക്ക് സന്തോഷമായിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് ചിലവ് കഴിയാനും അവരുടെ മക്കളിനെ കല്യാണം കഴിച്ചു കൊടുക്കാനും അവരുടെ മക്കളിനെ പഠിപ്പിക്കാനും അവരുടെ മക്കൾക്ക് അസുഖം വന്നാൽ നോക്കാനും എല്ലാത്തിനും മരുന്ന്, വെള്ളം, കറണ്ട് ചിലവുകൾ എല്ലാതും വില കുറച്ച് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഈ ജനങ്ങൾക്ക് അങ്ങനെയുള്ള ഉപകാരം ആദ്യം നിങ്ങൾ ചെയ്യും. അല്ലാതെ മൃഗങ്ങളുടെ പേര് മാറ്റുകയോ രാജ്യത്തിൻ്റെ പേര് മാറ്റുകയോ ജാതികളെ വേർതിരിച്ച് വസ്ത്രങ്ങളിൻ്റെ കളറും നോക്കി ഇന്ന പാർട്ടിയാണ് എന്ന് പറയാനും നിൽക്കാതെ നിങ്ങൾ ആദ്യം പാവപ്പെട്ട ജനങ്ങളിൻ്റെ പട്ടിണി മാറ്റാനും പാവപ്പെട്ട ജനങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാനും ഒരവസരം ആദ്യം ഇന്ത്യയിലെ ജനങ്ങൾക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അല്ലാതെ നിങ്ങളുടെ മാത്രം ജീവിത സുഖങ്ങളും നോക്കി ജാതികളിനെ മാറ്റിത്തിരിച്ച് ജനങ്ങളിനെ തല്ലുവടി ഉണ്ടാക്കിച്ചിട്ട് നിൽക്കാതെ ആദ്യം ഇന്ത്യൻ്റെ പട്ടിണി മാറ്റാൻ ആദ്യം ശ്രമിക്കുന്ന അധികാരികളെ നിങ്ങളാദ്യം സമൂഹത്തിലെ എല്ലാ സാധനങ്ങളിൻ്റെയും വിലക്കയറ്റത്തിൽ നിന്ന് വില കുറച്ച് ജനങ്ങളെ സന്തോഷമായിട്ട് ഉള്ള ജനങ്ങളെ ഒരുപാട് പേര് മരിച്ചുപോയി, ഒരുപാട് സ്വത്തുകൾ നഷ്ടപ്പെട്ടു, ഒരുപാട് പാവങ്ങൾ നമ്മളുടെ കേരളത്തിലും ഇന്ത്യയിലും ഇന്ന് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള ഒരു അവസരം ഏത് ഭരണാധികാരികളാണ് വരുന്നെങ്കിലും നിങ്ങളുടെ സുഖങ്ങൾ നോക്കാതെ ജനങ്ങളിൻ്റെ സുഖങ്ങളും ജനങ്ങളിൽ സുഖമായി ജീവിക്കാനുമുള്ള വഴി എന്താണ് എന്നുള്ളത് ആദ്യം ഭരണാധികാരികളെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ മൃഗത്തിൻ്റെ പേര് മാറ്റുക, മനുഷ്യൻ്റെ പേരുകൾ മാറ്റുക, മനുഷ്യൻ്റെ ജാതി ഭേദം തിരിച്ച് അവരെ കാണുക. ഇതൊന്നും അത്ര വലിയ കേമത്തമായിട്ട് ഒരു ഭരണാധികാരികളും കാണണ്ട. ജനങ്ങളെ സന്തോഷമായിട്ട് ജീവിക്കാനുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല കാര്യങ്ങൾ ഈ ഭരണത്തിൽ ചെയ്യാനുള്ളത്. അത് നിങ്ങൾ ആദ്യം ചെയ്യും, എന്നിട്ട് നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, ബൈ.